സീ ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. വ്ളോഗ് ചെറുതാണെങ്കിലും ജേണി വളരെ വലുതായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ യാത്ര എങ്ങോട്ടാണ് എന്നല്ലേ. അപ്പം യാത്ര മറ്റെങ്ങോട്ടല്ല, ഞങ്ങൾ UAE നിന്നും താൽക്കാലികമായിട്ട് ചെറിയൊരു യാത്ര നടത്തുകയാണ്. സസ്പെൻസ്. UAE നിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലേ. അപ്പോൾ തംബ്നെയിലിൽ നിങ്ങൾക്ക് കണ്ടതുപോലെ തന്നെ UAE നിന്നും കാനഡയിലേക്കാണ് ഞങ്ങളുടെ ചെറിയ യാത്ര. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഞാനും മേവലും പോവുകയാണ്. നൈറ്റാണ് നമ്മുടെ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും ഫ്ലൈറ്റിൽ നല്ല ഉറക്കമായിരുന്നു. നമ്മളും ഭയങ്കര ടയേർഡൊക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു ബ്ലാങ്കറ്റും അതുപോലെ ഒരു പില്ലോയും കിട്ടിയായിരുന്നു നമുക്ക്. അങ്ങനെ നമ്മൾ നന്നായി റെസ്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞ് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം ആവാറായപ്പോഴത്തേക്കും നമുക്കൊരു മെയിൻ കോഴ്സ് ഫുഡ് കിട്ടി. അതിനകത്ത് നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ഫ്ലേവേർഡ് യോഗേർട്ട്, ബണ്ണ്, ജാം, ബട്ടർ, പിന്നെ മെയിൻ കോഴ്സായിട്ടൊരു എഗ്ഗും എഗ്ഗിൻ്റെ എന്തോ ഒരു ഡിഷ് ഉണ്ടായിരുന്നു, എനിക്കറിയാൻ പാടില്ല അതിൻ്റെ എന്താ പേരെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം കൂടെ എഗ്ഗും പൊട്ടറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു. പൊട്ടറ്റോ കൂടെ കൂടിയിട്ട് പൊട്ടറ്റോ സ്മാഷ് ചെയ്തതാണ്. അതെല്ലാം കൂടെ കൂടിയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമായില്ല, മേബലിന് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. ഒരു എയർപോർട്ട് സീറ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലെത്തി. ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടാണ് ഈ കാണുന്നത്. ജർമ്മനിയിൽ നമുക്ക് അവിടെ ഒരു 5 hours ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നമ്മൾ റെസ്റ്റ് എല്ലാം എടുത്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാൻ വേണ്ടിയിട്ട് അടുത്ത ടെർമിനലിലേക്ക് നമ്മൾ ഒരു മെട്രോ കയറി വേണമായിരുന്നു പോകാൻ. അപ്പോൾ നമ്മളിങ്ങനെ മെട്രോ കയറി അടുത്ത ടെർമിനലിലെത്തി അടുത്ത ഫ്ലൈറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. എയർ കാനഡയിലായിരുന്നു പിന്നീടുള്ള ഞങ്ങളുടെ യാത്ര. മോൺട്രിയലിലേക്കായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. സൈഡ് സീറ്റ് ഒന്നും കിട്ടിയില്ല ഇത്തവണ, മിഡിൽ സീറ്റ്സാണ് കിട്ടിയത്. ഞങ്ങളെ കണ്ടിട്ട് തന്നെ ഭയങ്കര ടയേർഡായിട്ട് തോന്നുന്നില്ലേ. നല്ല ടയേർഡായിരുന്നു, ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ജേണി തുടങ്ങിയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. അതുപോലെ ആദ്യത്തെ പോലെ തന്നെ ബണ്ണ്, സ്മാഷ്ഡ് പൊട്ടറ്റോ, പിന്നെ ബട്ടർ, ചീസ്, അതുപോലെ തന്നെ പിന്നെ ഒരു ബോട്ടിൽ വാട്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പീസ് കേക്ക് ഉണ്ടായിരുന്നു. കേക്ക് വാനില ഫ്ലേവേർഡാണ്. മെയിൻ കോഴ്സ് പാസ്തയായിരുന്നു, പാസ്ത വിത്ത് ചീസ്. എനിക്കത്ര ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരു റെഡ് വൈൻ വെറുതെ ട്രൈ ചെയ്തു. ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ ട്രയൽ എടുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റിലിരുന്ന് മൂവി കണ്ടു. അങ്ങനെ ഒരു 7 മണിക്കൂർ യാത്ര നമ്മൾ എയർ കാനഡയിൽ ഇങ്ങനെ 7 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മോൺട്രിയൽ എയർപോർട്ടിലെത്തി. ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോൺട്രിയൽ എയർപോർട്ടാണ് കേട്ടോ.
ബാക്കിയുള്ള വീഡിയോസൊന്നും നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് കുറച്ച് ട്രാജിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു. നമ്മുടെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യുന്നത് മോൺട്രിയൽ എയർപോർട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ ആ എയർപോർട്ടിൽ കുറച്ച് ടൈം എടുത്തു നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നോവാ സ്കോഷ്യ സിഡ്നിയിലേക്കുള്ള ഫ്ലൈറ്റായിരുന്നു. അത് നമുക്ക് മിസ്സായി. അപ്പോൾ നമ്മൾ വീണ്ടും എയർ കാനഡയുടെ ഓഫീസിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ നമുക്ക് ടൊറൻറ്റോയിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും സിഡ്നിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഡബിൾ യാത്ര ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ മോൺട്രിയലിൽ നിന്ന് ടൊറൻറ്റോയിലേക്ക് ഫ്ലൈറ്റ് കയറി അവിടെ നിന്ന് വീണ്ടും സിഡ്നിയിലേക്ക് കയറി. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി, കുറച്ച് ടെൻഷനായിപ്പോയി. അപ്പോൾ വീഡിയോയൊക്കെ കുറച്ച് നമുക്ക് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഫൈനൽ ഡെസ്റ്റിനേഷനായ നോവാ സ്കോഷ്യയിലുള്ള സിഡ്നി എയർപോർട്ടിൽ ഞങ്ങളെത്തി. വളരെ ചെറിയ എയർപോർട്ടാണ് കേട്ടോ. അതാ ഇത് കണ്ടോ, ഫ്ലൈറ്റ് കിടക്കുന്നതും എയർപോർട്ടും കണ്ടോ, വളരെ ചെറിയ എയർപോർട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒത്തിരി പ്രതീക്ഷകളുമായിട്ടാണ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അടുത്ത സീൻ തുടങ്ങുകയാണ്. അതായത് എല്ലാവരും ലഗേജൊക്കെ എടുത്തു പോയി, ഞങ്ങളുടെ ലഗേജ് മാത്രം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളുടെ ലഗേജിൻ്റെ സ്റ്റോറി ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ.